ഇനി വാ തുറക്കാതെ ഇരിക്കുമ്പോഴാണോ ചെയ്യുന്നത്? അമ്മ ഈ പറയുന്നതൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ ഇടും. ஏன் நீ ரெக்கார்ட் பண்றியா? இந்த கிறுக்கு பைய துணியை போட்டுக்கிட்டு ஏப்பா என்னப்பா ചെയ്യാതെ இப்படி ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും മോനെ. ലേറ്റ് ആക്കുന്ന നാളുകൾ അങ്ങനെ പോകും. പിന്നെ കല്യാണം പരിപാടിയൊക്കെ ആകുമ്പോൾ ലേഡീസം പറഞ്ഞു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉച്ച തൊട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഉച്ച എന്ന് പറയാൻ പറ്റില്ല, ഒരു 3:30-3:45 ചാക്കോച്ചൻ ഇന്ന് ഉറങ്ങാൻ കുറച്ച് ലേറ്റായി. ഇവരുടെ ജീപ്പ് അപ്പം റെഡിയാക്കി കൊടുത്തു. അപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നു ഈ 3 പിള്ളേരും. ചാക്കോച്ചന് പിന്നെ അങ്ങനത്തെ ഹരം ഒന്നുമില്ല. അപ്പോൾ ഞാനിന്ന് കുറച്ച് പ്ലാന്റിങ്ങിന് ഇറങ്ങിയേക്കാണ്. തോമുനെ ഹോംവർക്ക് എഴുതാൻ ഇരുത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ തോമു അവിടെ നിന്ന് ഹോംവർക്ക് എഴുതിക്കോളും. ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷം എന്നെ വിളിക്കും. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാനത് എറേസ് ചെയ്ത് കൊടുക്കുകയോ അവന് പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുമ്പോൾ അവനത് ബാക്കി ചെയ്തോളും. ഇന്നത്തെ മെയിൻ പരിപാടി ഞാൻ കാണിക്കാമേ. ഞാൻ ഓർത്തു ഈ റോസിന് ചുറ്റും കുറച്ച് പുല്ല് വെക്കാമെന്ന്. അപ്പോൾ ഞാൻ ഓട്ട എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഇത് കൊക്കോബിറ്റ് ആയതുകൊണ്ട് തന്നെ വേഗം ഡ്രൈ ആവും. അടിയിൽ മണ്ണാണ്, അത് നനഞ്ഞ് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതെ ഇതിൻ്റെ ഒന്നും വെക്കുന്നില്ല. ഇതിൻ്റെ പക്ഷേ ഗ്യാപ്പില്ല. ഇലകൾ കണ്ട പൊട്ടിക്കിളർക്കുന്നത്. പുതിയൊരു പൂവ് വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ വാങ്ങിച്ച ചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മണ്ണ് കളിമണ്ണാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മീൻസ് കഴുകി വിട്ടാലും. പിന്നെ ഇതിലും ഞാൻ ആ ചെടി വെക്കണമെന്ന്, ഇതിനെയാണ് എപ്പോഴും പുഴു ആക്രമിക്കുന്നത്. അപ്പോൾ ഇത് ഇല വന്നിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ പുഴു കടിച്ച് വെച്ചിരിക്കുകയാണ്. ബാക്കിയൊന്നിനും കുഴപ്പമില്ല കണ്ടോ. അടിപൊളിയായിട്ടില്ലേ? ഈ സൈഡ് ഫുള്ള് ഞാൻ പുല്ല് വെച്ച് പിടിപ്പിച്ചേക്കാണ്. ഇത് എനിക്ക് അച്ചച്ചൻ തന്നെ വെച്ച് പിടിപ്പിച്ച് തന്നതാണ് കേട്ടോ. വാടിപ്പോയതാണേലും ദേ ഉയർത്തെഴുന്നേപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പുതിയ സെറ്റ് വെച്ചത് എല്ലാം പിടിച്ചു. ഇത് ഒരു ബിറ്റ്വീൻ വെച്ചതാണ് ഞാൻ. അപ്പോൾ ദേ ഇതാണ് കേട്ടോ. ഇതാണ് ഞാൻ ഇനിയും വെട്ടി സെറ്റ് ചെയ്യാൻ പോണത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ ഇത് വാടിപ്പോവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പം ആ ചട്ടി അവിടെ വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നമുക്കത് സെറ്റാക്കാം കേട്ടോ. നല്ല വെയിലാണ്. സോ ഈ ഒരു സമയത്ത് എനിക്ക് ടൈമുള്ളൂ കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് ടൈറ്റ് ഷെഡ്യൂളാണ്. പറയുന്ന പോലെ സർജറിക്ക് മുമ്പ് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ ഒരു 3 വീക്സ് കംപ്ലീറ്റ് റെസ്റ്റാണ്, വോയിസ് റെസ്റ്റും കാര്യങ്ങളുമാണ്. ഞാൻ അതിന് മുമ്പ് കുറച്ച് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പരിപാടി ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് ഹോംവർക്ക് എഴുതാം അല്ലേ തോമു? അല്ലേ? ആ തോമരുന്ന് ഇതെന്താ തലയും കുത്തിയിരിക്കണേ? റബ്ബി, അത് തെറ്റാണ്. ഇതാണ് തോമു എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 പേജുണ്ട്. റബ്ബി കേട്ടോ തോമു കേട്ടോ. ശരിക്കും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു ചട്ടിന് ഷേപ്പ് ചെയ്ത് വിടുന്നത് നട്ട് വെച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പൊന്തി വരുമ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്ത് വിടും കേട്ടോ. ഞാനൊരു ഹോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മോപ്പിൻ്റെ സ്റ്റിക്കാണ്, അതിൻ്റെ ഓട്ട വെച്ചിട്ടാണ്. എന്താണ് ആ സാരില്ല പോയി ഇപ്പോൾ തോമ വേഗം ഫിനിഷ് ആക്കട്ടെ. തോമ എന്നാലും കളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പഠിക്കണ്ട മോൻ വേഗം പോയിട്ട്. പണി നടക്കില്ല. അതിൻ്റെ ശബ്ദം കേൾക്കും. ഞാൻ കുത്തുന്നൊരു കമ്പുണ്ടായിരുന്നു, കാണാനില്ല, മിസ്സിങ്. എൻ്റെ അപ്പനെങ്ങാനും കണ്ടാൽ ചോദിച്ചു എന്താ മോളെ നിൽക്കും. നമ്മളെ ഒരു സമയത്ത് അയ്യേ എന്ന് പറഞ്ഞ സംഭവങ്ങളാണ് കേട്ടോ. കണ്ടിട്ട് കാര്യമില്ല. ഞാൻ നോക്കിയപ്പോഴേ ഇതിൻ്റെ ബേസ് ഭയങ്കര കാലിയായിട്ട് കിടക്കും. സോ ഞാനത് ഒന്ന് മോഡിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ. എന്താ അവിടെ പോയിരുന്ന് എഴുതുന്നുണ്ടോ? ഞാൻ ബിന്ദു മാമിനെ വിളിക്കണോ? ഞാൻ ചെടിയിൽ വെള്ളം ഒഴിക്കാറാകുമ്പോൾ വിളിക്കാം. തോമു ഹോംവർക്ക് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഒഴിക്കണുള്ളൂ. തോമുവാണിപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കണമാണ്.
ആ മരിക്കേ. നല്ല വെയിലാണ്. നിങ്ങൾക്കറിയാലോ ഞാനിവിടെ വന്ന വണ്ടികളുടെ മേളാണ്. അപ്പോൾ ഞാൻ ഇതിൽ നട്ടു, കുറച്ച് ഭാഗം നട്ടു. ഇതിൽ ഞാൻ ഓൾറെഡി വെള്ളമൊന്നും ചെയ്യുന്നില്ല, ഇതിലും ഞാനൊന്നും ചെയ്തില്ല. ഇതിൽ ഞാൻ ഈ ഒരു സൈഡിൽ മാത്രം നട്ടു. പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. ഇതിൽ നിന്ന് ഒഴുകി വരുന്ന മണ്ണാണ് കേട്ടോ. കണ്ടോ സംഭവം പോയി. കുറേ പേര് പറഞ്ഞ് ഭയങ്കര ഡേർട്ടിയാണ്. ഡേർട്ടി എന്താന്ന് കാണാത്തതുകൊണ്ടാണ്. എന്താ തോമോ വരുന്നോ അമ്മ? അപ്പോൾ തോമുവിന് കൺഫ്യൂഷൻ വരുമ്പോൾ വന്ന് ചോദിക്കൂട്ടാ. എസ് എഴുതാൻ ചെറിയൊരു പമ്മലുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചെടികളൊക്കെ നനച്ച് ഉഷാറായിട്ടുണ്ട്. ഇതെന്താണെന്നറിയില്ല, ഒരു 2-3 ഇല വാടിപ്പോയി. എനിക്കൊന്ന് ചൂട് കാരണമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലൊക്കെ വെള്ളം ഒഴിച്ചു. നമ്മൾ ഇതിൽ നിന്നാണ് കേട്ടോ വെട്ടിയത്, ഇലകൾ വെട്ടിയത്. ഞാൻ പറഞ്ഞില്ല, ആ വാടിപ്പോയതിൽ നിന്ന് ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. റോസിലൊക്കെ എപ്പോഴും പൂക്കളായി തുടങ്ങി. അപ്പോൾ ഇത് ഫുൾ നനച്ചു. ഈ വശവും ആ വശവും ഒക്കെ നനച്ചു കേട്ടോ. ഈ ഹോണടിയാണ് ഫുൾ ടൈം. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ടേണിങ്ങിൽ നമ്മുടെ വീടായി പോയതിന് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ തോമനെ ഞാൻ പോയി ഹോംവർക്ക് എഴുതാൻ സഹായിക്കട്ടെ. എസ് വരുമ്പം അവനൊരു ഹെൽപ്പ് വേണം. ആരെഴുതിയതാ? ഹാപ്പി നോക്കട്ടെ. ഇത് ഏതൊക്കെ ലെറ്റേഴ്സാണ്? ലെറ്റേഴ്സ് വായിക്കൂ. ഇത് G ഓക്കെ, H I J K L M N O P Q R S. വാവ്. ഇനി അമ്മ നമ്പേഴ്സ് എടുത്തു തരാം കേട്ടോ. എടുത്തിട്ട് വായോ. ഇതും തോമും ചെയ്ത പൊക്കി പിടിക്കില്ലെങ്കിൽ തോമിന് ഷിഡി കാണും. ഏതൊക്കെ നമ്പേഴ്സാ? ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, 6, 7, 8, 9. ആ കഷ്ടപ്പെട്ട് കുക്ക് ചെയ്യണ ഡെൻസി ടോണി. എൻ്റെ തൊണ്ട കീറുന്നതിന് മുമ്പ് ഒക്കെ ചെയ്യാം. ഞാൻ തൊണ്ട കീറി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു സാധനം വെക്കാൻ പാടില്ല. അന്നേ ഇനി വെക്കുള്ളൂ. എയർ ഫ്രയറില്ല ഞാൻ എടുത്തില്ല. ഞാൻ ടൈം നോക്കാൻ പോയതാ. അല്ല, അതിനകത്ത് ലൈറ്റ് കത്തിക്കാൻ പോയതാ. ഞാൻ ടിന്ന് കാരണം കാണാൻ പറ്റില്ല. 6:30. ഇതെന്താ ഒളിവിലാണോ? ശശി സുലുക്കുട്ടിയുടെ പാച്ചു. അത് പിന്നെ എല്ലാവർക്കും അറിയാം. കുനാസ കണസ കൊണസ പെണ്ണ് അവള് എന്നിട്ട് വരാത്ത തുറക്ക്. അതങ്ങനെ നിൽക്കുള്ളൂ. ആ സാധനം ഇട്, വിരലിടുന്ന സാധനം ഇട്. എനിക്ക് പ്രാന്താണ്, കൊണ്ട് കൈയിടും. കണസ കൊണസ പെണ്ണ് എനിക്കറിയില്ല. കരിക്ക് സുലുവിനെ വിളിച്ച് ചോദിക്കേണ്ടി വരും. അതെ കുട്ടീനെ നിൽക്കട്ടാ. ഷോ വാട്ട് എ ബ്രില്യൻ്റ് ഐഡിയ ഉള്ള ഡെൻസി. ഇന്നത്തെ കുറച്ച് മുന്തിരിയൊക്കെ ഇടായിരുന്നില്ലേ മമ്മിക്ക്? ഉണക്ക മുന്തിരിയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ നിന്ന് എൻ്റെ ശിക്ഷണത്തിൽ മമ്മി ഉണ്ടാക്കിയത്. എനിക്ക് അവിടെ തിന്നണ സാധനങ്ങൾ മാത്രം ഇട്ടിട്ട്. ആരാ മുതലെന്നറിയോ? ഇച്ചിരി ഉണക്കമുന്തിരിയും പഴനുറുക്കും എനിക്ക് തന്നെ കണ്ടാ മതി. തൊണ്ടയിൽ കിച്ച് കിച്ച്. അമ്മയ്ക്ക് തൊണ്ടയിൽ കിച്ച് കിച്ച് വന്നാ ഞാൻ പെടും. അയ്യോ, ഞാനപ്പോ പാട്ട് പാടാം. എന്നമ്മേ ഒന്നു കാണ
എത്ര നാളാ കൊതിച്ചു നീടി നീങ്ങാൻ. എത്ര കൊതിച്ചു കണ്ടില്ലേ വേഴ്സ് ഞാൻ പാടുന്ന ഒരു പാട്ട് നീ എവിടെയോ പോയിട്ട് എന്നമ്മേ അത് ആരുടെ പടത്തിനകത്ത പാടുന്നത്? നമ്മളാ ഒരു സുഹാസിനിയോ അമ്മയുടെ കോളേജ് പടം മറ്റേ രാക്ഷസി ആ വേറെ ഫ്രണ്ട്സ് 3 പേരല്ലേ? അവരുടെ ആദ്യത്തെ പടം. അപ്പനുള്ള ജീവിതം പടതി ഇങ്ങനെ പോകുന്നു. ഇത്ര നാളെ അമ്മ എന്റെ കൊച്ചിനെ നോക്കാൻ ഹോസ്പിറ്റലിൽ കൂടും, ഇനി എന്നെ നോക്കാമ്മ. ഓരോ ഘട്ടമാ. ഇതിനേക്കാളും വലിയ വലിയ രോഗമെല്ലാം വന്ന് ആശുപത്രി കിടക്കുന്നു. നമുക്ക് ഇത്രയെല്ലാം ഉണ്ട്, സാരമില്ല. 1 മാസം തിന്നാതിരുന്നുണ്ട്, ഒന്നും പറ്റത്തില്ല. ഉപ്പുവെള്ളമെല്ലാം നല്ല ഗാർഗിൾ ചെയ്യக்கூடாதோ? உடம்பே பார்க்கல, கெட்டு போச்சு உடம்பு. அந்த തൈറോയ്ഡ് ഗുളിക മുടങ്ങാതെ കഴിച്ചില്ല, അതൊക്കെ നിന്റെ മിസ്റ്റേക്കാണ്. ഇപ്പൊ കഴിക്കുന്നുണ്ടോ? മുടങ്ങാതെ കഴിക്കണം. 10 എണ്ണം ഇരിക്കുമ്പോഴേ ഒരു ബോട്ടിൽ മേടിച്ചു വെച്ചേക്കണം. 100 കഴിക്കുന്നേ? 75? 120? ഒട്ടം കൊക്കം മക്കൾ. അപ്പൊ വേറെ വേറെ മേടിക്കുക. 25 100 125 വരുന്നുണ്ട്. ഉണ്ടോ? മേടിച്ചോണ്ട് വരണോ ഞാന്? എന്തിനത്? എനിക്കിവിടെ കിട്ടില്ലേ? കഴിക്കണം മുടങ്ങാതെ, ഒരിക്കലും മുടക്കരുത്. 6 മാസം കൂടുമ്പോ ടെസ്റ്റ് ചെയ്യണം. എന്നാ ചെയ്യാൻ? ഇപ്പോഴാ ലൈസാമാൻഡിയെ ഉമ്മാമ്മയോട് പറഞ്ഞു, ലൈസാമാൻഡിയോട് പറഞ്ഞു 13-ാം തീയതി ഞാൻ പോകുമെന്ന്. ജെസ്സി ആന്റിയോടും പറഞ്ഞു. ഡേറ്റ് മാറുമ്പോ അത് പിന്നെ അവരറിഞ്ഞോളൂ. വീഡിയോയില് നീ അവന്റെ വീഡിയോ ഒന്നും ഇട്ടില്ലേ? എഡിസൺ കൂടെ തന്നത് ഏതാണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തോ നീ? ചെയ്യണം. നൈറ്റ് തന്നപ്പോ ചെയ്യാൻ പറഞ്ഞ നീ ചെയ്തോ? നീ എപ്പോഴാ ചെയ്യുന്നേ? പിന്നെ വാ തുറക്കാതെ ഇരിക്കുമ്പോഴാണ് ചെയ്യുന്നത്. അമ്മ ഈ പറയുന്നതൊക്കെ നാളത്തെ വീഡിയോയില് ഞാൻ ഇടും. நீ ரெக்கார்ட் பண்றியா? இந்த கிறுக்கு பைய துணியை போட்டுக்கிட்டு ஏப்பா ചെയ്യാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും മോനെ. ലേറ്റ് ആക്കുന്ന നാളുകൾ അങ്ങനെ പോകും. പിന്നെ കല്യാണം പരിപാടിയൊക്കെ ആകുമ്പോ എഡിസൺ പറഞ്ഞു കഴുത്തിനിട്ട് ഇങ്ങനെ ഇരുന്നല്ലോ. ഇടരുത് നാളെ, അമ്മ ഇടരുത്, അഴുക്ക ഇടരുത്. അമ്മേനെ പക്ഷെ ഇഷ്ടമാണ് എല്ലാവർക്കും. അമ്മേനെ പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ്. അളവൊക്കെ അധികമാണോ നമ്മൾ ഞാൻ പോട്ടെ. ആ മുറി കുത്തി മറിച്ചിട്ടുണ്ടാവും. മുടി ചീകാൻ വന്ന ഞാനാ. അവന്മാർ താഴെ പോയോ തന്നെ? അവന്മാർ ഇറങ്ങി പോയോ? റൂമിലാക്കി ശരി. ഇടരുത് കേട്ടാ. കണ്ടകടി ഇടും. ഹൈലൈറ്റ്സ് ആയിട്ട് തന്നെ കൊടുക്കും. ബൈ. പാട്ടൊക്കെ നാളെ വരും അമ്മയുടെ.
പാട്ട് 2 പാട്ടായി കൊച്ചു. ടാറ്റ. ശരി ശരി. അപ്പോൾ ഞാൻ ദേ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഉണ്ടാക്കണം, ബീഫ് കറി വെക്കണം. അപ്പോൾ ഉള്ളി ഞാൻ മമ്മിയോട് വെള്ളത്തിലിടുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയച്ചപ്പോൾ അതേ മമ്മി ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാം. എൻ്റെ മമ്മി നോക്കുമ്പോൾ വേണമെങ്കിലോ അമ്മായിമ്മയായിപ്പോയി. ഓ അതേ പോണം 1 2 തോമ മിണ്ടാണ്ട് പോയിട്ട് പോയോട്ടാ. ഒരു ക്യാമറക്കാരി നോക്ക്, അതിനും നോക്ക്. അപ്പോൾ ഞാൻ എന്ത് പിള്ളേർക്കുള്ള ഫുഡും സൈഡിൽ കൂടെ പാറ്റി ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് കറിക്കുള്ളത് വെച്ചിട്ടുണ്ട്. നമ്മുടെ തനി മലയാളി നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് വ്ളോഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് അപ്പം ഉണ്ടാക്കി തുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, അപ്പം ഉണ്ടാക്കി തുടങ്ങിയാൽ കുറച്ചധികം നേരം നമുക്ക് നിന്നുണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഡൗൺ ചേട്ടൻ നിന്ന് ലേറ്റായി വരാനായിട്ട്. അപ്പോൾ ഞാനതൊന്നും നോക്കാൻ നിന്നില്ല, വേഗം അപ്പം ചട്ടപ്പടേന്ന് ഉണ്ടാക്കി. ഇനി പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ട്. അപ്പം 2 സെറ്റ് അപ്പമായി. പിന്നെ കാപ്പി നല്ല ഇത് വെച്ചിട്ട് അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു കാപ്പിയും കുടിച്ച് ആ ഒരു ഡിന്നർ അടിപൊളിയാക്കാമെന്ന്. ഇപ്പം തന്നെ 9:15. അപ്പം ഞാൻ ഇനി ഓരോരുത്തരുടെ പുറകെ വിളിച്ച് നടക്കണം, ഭക്ഷണം കഴിക്കാൻ വായോ. പിന്നെ ഇന്ന് മമ്മിയും ഡിമ്മളും ഡാഡിയും കുറച്ചധികം ബിസിയായിരുന്നു. ഒരു മമ്മിയുടെ റൂം ഒതുക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവർക്ക് ആദ്യത്തെ ഫുഡ് കൊടുത്തു, ഡാഡിക്കും മമ്മിക്കും ഡിമ്പിളിനും ചാക്കോച്ചനും ഒക്കെ കൊടുത്തു. ചാക്കോച്ചൻ അപ്പമൊക്കെ ഇഷ്ടമാണ് കേട്ടോ, കഴിച്ചോളും. മറ്റൊരു ഭക്ഷണം കഴിച്ചെങ്കിലും ചാക്കോ കൗതുകത്തിന് മേടിക്കുന്നതാണ്. പകുതി നമ്മൾ കഴിക്കേണ്ടി വരും. അവർ കാപ്പി കുടിക്കുന്നുണ്ട്, അപ്പോൾ അവനും കാപ്പി വേണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് മുങ്ങും. അങ്ങനെ അവർ ബിഗ് ബോസ് കാണാനിരുന്നു. ഞാനും വന്ന് ഒരു 2 അപ്പം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനും ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. എൻ്റെ പ്ലേസ് ഇപ്പോൾ അടുക്കളയാണ്. കാരണം ചാക്കോച്ചനെ പേടിച്ചിട്ട് ഞാൻ ഒരു 99% ഇവിടെ അടുക്കളയിലിരുന്ന് തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കുക. നല്ല യമ്മി നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ കാപ്പിയും കുടിച്ച് നമ്മുടെ സൂര്യയുടെ മൂവിയൊക്കെ കണ്ടിട്ട് ഇതാണ്. അത് കഴിഞ്ഞ് ഞാൻ സിങ്ക് ഫുൾ, ഞാനിപ്പോൾ 2 ദിവസമായിട്ട് രാത്രി ഞാനല്ല ലാസ്റ്റ് പാത്രം കഴുകും. അപ്പോൾ എനിക്ക് നിർബന്ധമാണ് ലാസ്റ്റ് പാത്രം കഴിക്കുമ്പോൾ സിങ്കൊക്കെ കഴുകി പൈപ്പൊക്കെ കഴുകണം. എല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിമ്പിളെന്തി അവിടെ നിൽപ്പുണ്ട്. എൻ്റെ ഒരു ഡേ ഇവിടെയാണ് കേട്ടോ എൻഡ് ചെയ്യുക. കുറച്ചധികം നേരം ഇരുന്ന് റിലാക്സായിട്ട് സമയമെടുത്ത് കുളിച്ചിട്ട് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങണമെന്നാണ് ആഗ്രഹം. പിന്നെ ബാക്കിയൊക്കെ ചാക്കോച്ചൻ്റെ ഇഷ്ടമാണ് കേട്ടോ. കാരണം ചാക്കോച്ചനാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യപ്പോൾ ഞാൻ ചൂടുവെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ശുദ്ധികലശം നടത്തണം, കാരണം നാളെ ചൊവ്വാഴ്ചയാണ്, പള്ളിയിൽ പോകണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ നമുക്ക് നല്ലൊരു വ്ളോഗായിട്ട് വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ.